നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയാണ്. കട്ടിളപ്പാളി കേസിൽ 90 ദിവസമായി റിമാൻഡ് പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പോറ്റി സ്വാഭാവിക ജാമ്യം തേടിയത്. മുൻപ് ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം പോറ്റിക്ക് ലഭിച്ചതാണ്. അപ്പോൾ മറ്റൊരു കേസും കൂടി ഉള്ളതുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവാതിരുന്നത്. കട്ടിളപ്പാളി കേസ്, അതിലാണ് ഇന്നിപ്പോൾ വിധി വരാൻ പോകുന്നത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഈ കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇതിനോടകം 3 പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ഏതായാലും നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ഇന്ന് രാവിലെ 8 മണിക്ക് സഭാ കവാടത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും പ്രതിപക്ഷം. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്ന ഹൈക്കോടതി വിധി ഉണ്ടായല്ലോ, അത് ഉപയോഗിച്ച് അത് ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷത്തിൻ്റെ നീക്കം. നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് വന്നാൽ പാർലമെന്റിൽ ബഡ്ജറ്റ് സമ്മേളനം തുടരുകയാണ്. രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിന്മേൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. നിയമസഭാ സമ്മേളനവും പാർലമെന്റ് സമ്മേളനവും പോറ്റിയുടെ ജാമ്യഹർജിയിലും ഒതുങ്ങുന്നതല്ല ഇന്നത്തെ വാർത്താ ദിനം. മറ്റൊട്ടേറെ കോടതി വാർത്തകൾ വരാനുള്ള ഒരു ദിവസമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊട്ടേറെ വിഷയങ്ങളുള്ള ഒരു ദിവസം തന്നെയാണ്. അതിലേക്കൊക്കെ പെട്ടെന്ന് വരാം. തലക്കെട്ടുകൾ നോക്കിയ ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. സഭാ കവാടത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ച് നടത്തി അകത്ത് പ്രവേശിക്കും. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്ന ഹൈക്കോടതി വിധി ഉയർത്തി പ്രതിരോധിക്കാൻ ഭരണപക്ഷം. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യഹർജിയിൽ വിധി ഇന്ന്. ജാമ്യത്തിൽ ഇറങ്ങിയാലുടൻ ED ചോദ്യം ചെയ്തേക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ഇന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾക്ക് മുന്നിൽ പ്രതിഷേധം. വ്യാപാര കരാർ നരവനെ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിക്കും. സംയുക്ത പ്രസ്താവന ഉടൻ ഇന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി വൈകിട്ട് 5-ന് രാജ്യസഭയിൽ സംസാരിക്കും. കരാറിൽ നയം വ്യക്തമാക്കും. ഇറാൻ US സംഘർഷം ഒഴിവാക്കാൻ നാളെ മസ്കറ്റിൽ നയതന്ത്ര ചർച്ച. ഇരു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ ഗൾഫ് രാജ്യങ്ങൾ. ചർച്ച പരാജയപ്പെട്ടാൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആവർത്തിക്കുമെന്ന് അമേരിക്കയുടെ ഭീഷണി. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച പത്തനംതിട്ട കൊടുമൺ EMS സ്റ്റേഡിയം അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് വെച്ചുപിടിച്ച പച്ചപ്പുല്ലുകളും സിന്തറ്റിക് ട്രാക്കും പരിപാലിക്കാൻ ആളില്ല. നിരാശയോടെ കായിക പ്രേമികൾ. T20 ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 30 റൺസിന്റെ ജയം. ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം മറ്റന്നാൾ US-നെതിരെ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സും നേർക്കുനേർ. മത്സരം വൈകിട്ട് 7:30 മുതൽ വഡോദരയിൽ. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങി. ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ജാമ്യം ലഭിച്ചാലുടൻ പോറ്റിക്ക് സമൻസ് അയക്കും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ED ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്നവർ ഇപ്പോൾ തന്നെ 3 പേർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവരിലേക്കൊക്കെ EDയുടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ EDയുടെ ചോദ്യം ചെയ്യൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഉടൻ തന്നെ വരില്ലേ?
മായ, ഗുഡ് മോർണിംഗ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് ED തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം നീട്ടുന്നതിന്റെ ഭാഗമായി അവർക്കൊക്കെ തന്നെ ED സമൻസ് അയച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് മുരാരി ബാബുവിൽ നിന്ന് വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തേടുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ ED ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളുടെ ക്രോഡീകരണത്തിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി തന്നെ വലിയ സാമ്പത്തിക നേട്ടം ഈ ആരോപണ വിധേയരായ ആളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്, നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഈ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുവരെ SIT ശേഖരിച്ച വിവരങ്ങളുണ്ട്, അതും മുരാരി ബാബുവിൽ നിന്ന് ED ശേഖരിച്ച വിവരങ്ങൾ. ഇത് രണ്ടും കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ അന്വേഷണത്തിലേക്ക്, കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ED പ്രതീക്ഷിക്കുന്നത്. മുരാരി ബാബുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. കാരണം ഒരു തവണ മാത്രമാണ് വിവരശേഖരണം നടന്നിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യൽ കാര്യമായ വിവരങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രധാനമായും അതായത് സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മുരാരി ബാബു ആവർത്തിക്കുന്നത്. അതേസമയം തന്നെ ഈ ചെമ്പ് പാളികൾ, അതായത് സ്വർണം പൂശിയ പാളികൾ എങ്ങനെയാണ് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്, അതിന് പിന്നിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും ചോദിച്ചറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ SIT എടുത്തുള്ള നിലപാടുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ EDയും മുന്നോട്ട് വെക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനമായും മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക നേട്ടവുമായി ബന്ധപ്പെട്ട കുറെ കൂടി കടന്ന നീക്കമായിരിക്കും EDയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങാനുള്ള സാധ്യത ED കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമൻസ് അയച്ചുകൊണ്ട് തുടർ നീക്കങ്ങളിലേക്ക് ED കടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ED നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ ഉടൻ സമൻസ് നൽകും. ആ സമൻസ് ലഭിച്ച വളരെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നീക്കമായിരിക്കും EDയുടെ ഭാഗത്ത് ഉണ്ടാവുക. മറ്റ് നോട്ടീസ് നൽകിയവരെയും ഘട്ടം ഘട്ടമായി തന്നെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കടുത്ത നീക്കങ്ങൾ EDയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് വളരെ കൃത്യമാണ്. കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയമാക്കി ഒക്കെയാണ്. സ്വാഭാവികമായും ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന നിർദ്ദേശം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ EDയെ സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് പോകുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി EDക്കുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും അന്വേഷണം ഇക്കാര്യത്തിൽ ഊർജിതമാക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് തന്നെ കൂടുതൽ അന്വേഷണം കൊണ്ടുപോകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ED. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത്. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് വാദം പൂർത്തിയാക്കി ഇന്ന് വിധി പറയുക. ജാമ്യം ലഭിച്ചാൽ പോറ്റി ജയിൽ മോചിതനാവും. ദ്വാരപാലകപ്പാളി കേസിൽ നേരത്തെ ജാമ്യം നേടിയ പോറ്റി കട്ടിളപ്പാളി കേസിലും 90 ദിവസത്തെ ജയിൽവാസത്തിന് പിന്നാലെയാണ് സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിച്ചത്. സ്വാഭാവിക ജാമ്യം പ്രതിയുടെ നിയമപരമായ അവകാശമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. വാദങ്ങൾ പരിശോധിച്ചും SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കോടതി വിധി പറയുക. കുറ്റപത്രം നൽകാൻ വൈകിയതിനാൽ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചേക്കുമെന്നാണ് സൂചന. ജാമ്യം ലഭിച്ചാൽ കേസിൽ ജയിൽ മോചിതനാകുന്ന 4ാമത്തെ പ്രതിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്വേഷണ സംഘം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാർ എന്നിവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജി 11-ന് പരിഗണിക്കും. റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യത്തിനായാണ് ബൈജു ഹർജി സമർപ്പിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാക്കും. രാവിലെ 8 മണിക്ക് സഭാ കവാടത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ച് നടത്തി അകത്തു പ്രവേശിക്കും. ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകില്ല. അതേസമയം SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്ന ഹൈക്കോടതി വിധി ഉയർത്തിയാവും ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടുക. കൂടുതൽ വിവരങ്ങളുമായി അൻഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൻഫ്രഡ്, നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കടുപ്പിക്കാൻ തന്നെയാണെന്ന് തോന്നുന്നു പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ സഭാ കവാടത്തിൽ മാർച്ചൊക്കെ നടത്തിയായിരിക്കും അല്ലേ? 8 മണിയോടുകൂടി അങ്ങനെയായിരിക്കും അകത്ത് കയറുക അല്ലേ?
സഭ ഇന്ന് പിരിഞ്ഞ് പിന്നെ 23-ാം തീയതി മാത്രമാണ് സഭ ഇനി ചേരുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചയോളം ഇടവേളയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതായത് ഇന്ന് രാവിലെ 8 മണിക്ക് നിയമസഭാ കവാടത്തിൽ നിന്നും പ്രതിഷേധ മാർച്ചോടുകൂടി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കാരണം ഇന്ന് ഈ ശബരിമലയിൽ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരവസ്ഥ. അതായത് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നില്ല. ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്ലക്കാർഡുകളും ബാനറും ഉയർത്തി നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് സഭാ നടപടികളുമായി സഹകരിക്കാൻ തയ്യാറല്ല. കാരണം മന്ത്രി വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് MLA-മാർ പ്രതിഷേധ സമരം സഭാ കവാടത്തിൽ ഇതിനോടകം ഇരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഒരു വിഷയം ഉയർത്തി സഭയിൽ ചർച്ച പോലും ചെയ്യാതെ തുടക്കം മുതലേ പ്രതിഷേധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. അതായത് SITയുടെ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിടിമുറുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. അതിന്റെ ഫലമായാണ് ഈ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോകുന്നത് സ്വാഭാവിക ജാമ്യം കിട്ടി ഇവരെ പുറത്തിറക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കലാണ് ചെയ്യുന്നത്. ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തുന്നു എന്ന് ആരോപിച്ചാണ് ഈ വിഷയത്തിൽ സഭയ്ക്കകത്ത് സഭ ഈ വിഷയം സജീവമാക്കുക, പ്രക്ഷുബ്ധമാക്കുക, അതിനുശേഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം. ഈ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പോലും പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല. പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. പക്ഷേ ഈ 2 ദിവസവും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ അതായത് SIT അന്വേഷണം നേരായ രീതിയിൽ പോകുന്നില്ല എന്നത് ഉയർത്തിയാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധവുമായി കടക്കുന്നത്. ഇന്ന് ഒരു ഗ്യാപ്പിന് ശേഷം, അതായത് ഇന്നൊരു അവസാനത്തെ ദിവസം ബജറ്റിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് ഇന്ന് അവസാന ദിവസവും കൂടിയാണ്. നാളെ മുതൽ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര ആരംഭിക്കുന്നു. ഇതൊക്കെ മുൻകൂട്ടി ഇന്ന് അവസാന ദിവസമായതിനാൽ, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം മാത്രമേ സഭ പുനരാരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ, അതായത് 8-9 മണിക്ക് ചോദ്യോത്തരവേള ആരംഭിക്കുന്നു, സഭാ നടപടികൾ ആരംഭിക്കുന്നു. ഒരു 8-8:15 എല്ലാ MLA-മാരും UDF MLA-മാരും സഭാ കവാടത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് പ്രതിഷേധ മാർച്ചോടുകൂടി സഭയ്ക്കകത്തേക്ക് ഇവർ കടക്കുന്നു. അതാണ് ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷം ഏതായാലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അത് അവരുടെ ഇനിയിപ്പോഴുള്ള യാത്രയിലും ഒക്കെ, പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിലും ഒക്കെ അത് ഉയർത്തിക്കൊണ്ടുവരും, അക്കാര്യം ഉറപ്പാണ്. ഒപ്പം ഈ SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്ന ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടല്ലോ ഇന്നലെ വന്നത്, അത് ഉയർത്തിയായിരിക്കില്ലേ ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടുക? അതിനിപ്പോൾ സഭയിലും അത് കാണില്ലേ? അതായത് അത് തന്നെയാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ പരാമർശം ഉണ്ടാകുന്നത്. ഈ ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശം ഇന്നലെ ഉണ്ടാകുമ്പോഴേക്കും ഈ വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പോയിരുന്നു. അതിന് തൊട്ടുമുമ്പുള്ള ദിവസവും 2 ദിവസം തുടർച്ചയായി ഇതേ നിലപാട് ഉയർത്തിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ ചോദ്യോത്തരവേള തുടങ്ങുന്നു, പ്ലക്കാർഡുമായി നിലത്തിറങ്ങുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, കുത്തിയിരിക്കുന്നു, ഡയസിന് മുകളിലേക്ക് കയറുന്നു, അതിനുശേഷം പ്രതിഷേധിച്ച് ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇന്നലെയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ഇവർ ഈ 2 ദിവസവും SITയുടെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഈ 2 ദിവസവും സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത്. ഇന്നലെ ഇവർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു കോടതിയിൽ നിന്നുള്ള പരാമർശം ഉണ്ടാകുന്നത്. അതായത് കൃത്യമായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറയുന്നു SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. ഈ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമായി 30 ദിവസത്തിന് 90 ദിവസത്തിന് കുറ്റപത്രം നൽകാത്തത് കൊണ്ടാണ്. ഇത് സാധാരണ കോടതി തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സാധാരണ കൊലപാതക കേസ് പോലല്ല ഇത് അതിസങ്കീർണമായ കേസാണ്. കാരണം ഇതിനകത്ത് ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിയുകയില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തിറങ്ങുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഈ കേസ് സമഗ്രമായി സുതാര്യമായി തന്നെ മുന്നോട്ട് പോകും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എന്നുപോലും, ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എന്നുപോലും ഹൈക്കോടതിയുടെ പരാമർശമുണ്ട്. അതായത് SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണെന്ന് ഹൈക്കോടതി പറയുന്നു. മാത്രമല്ല ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ ഹർജി അവിടെയുണ്ട്. ഇത് CBI അന്വേഷണം ആവശ്യപ്പെട്ട്, ഇവിടെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു അന്വേഷണ സംഘമായതിനാൽ ഇതിൽ അത്രത്തോളം സുതാര്യത ഇല്ല എന്ന് ഉയർത്തിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികളാണ് ഇന്നലെ ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലോട്ട് വന്നത്. ആ ഹർജി തൽക്കാലം
തൽക്കാലം CBI അന്വേഷണം വേണ്ട, SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണെന്ന് പറഞ്ഞു. അതായത് എന്താണോ പ്രതിപക്ഷം ഈ 2 ദിവസവും നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ് പ്രതിഷേധിച്ചത്, SITയുടെ അന്വേഷണത്തിൽ തൃപ്തരല്ല, മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടുന്നു എന്ന് പറഞ്ഞ് എന്ത് പ്രതിഷേധമാണ് നടത്തിയത്? അതിന് നേരെ ഘടകവിരുദ്ധമായാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശം, ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിയമമന്ത്രി, അതായത് ഈ വിധി വന്ന അപ്പോൾ തന്നെ നിയമമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. ഇനി എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഇന്ന് പ്രതിപക്ഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് അവസാനത്തെ ദിവസവും കൂടിയാണ്. നാളെ മുതൽ പ്രതിപക്ഷ നേതാവിന്റെ വലിയ രീതിയിലുള്ള കേരളം യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. ഈ വിഷയമാണ് തീർച്ചയായും അൻഫിൽട്ട്. അതുകൊണ്ട് തന്നെ മറ്റു പല പ്രസ്താവനകളും നടത്തേണ്ടതുണ്ട് മന്ത്രിമാർക്ക് നിയമസഭയിൽ. ഇനിയിപ്പോൾ സമയമില്ല, ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ് പിന്നെ സഭ പിരിയുകയാണ്. 23-ാം തീയതി മാത്രമേ സഭയുള്ളൂ. എയ്ഡഡ് സ്കൂൾ അധ്യാപന നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പ്രസ്താവന നടത്തേണ്ടതുണ്ട്. അത് ഇന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഉറപ്പാണ് മായ. കാരണം അത് സർക്കാരിന്റെ വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് ഈ സഭാ അധ്യക്ഷന്മാർ, അതായത് കർദിനാൾ ക്ലിമിസ് ബാവയുടെ നേതൃത്വത്തിലാണ് വലിയ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സെക്രട്ടേറിയറ്റിനിടയിൽ പ്രതിഷേധത്തിൽ കണ്ടത്. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട എയ്ഡഡ് സ്കൂളുകളിലെ അതിൽ NSSന് കാണിക്കുന്നത് ഒരു നിലപാടും മറ്റ് മാനേജ്മെന്റുകളോട് വേറൊരു നിലപാടും കാണിക്കുന്നു. അനീതിയാണ്. അതായത് ഒരേ നീതിയല്ല പല സാമുദായിക വിഭാഗങ്ങളോടും കാണിക്കുന്നതെന്ന് ഉയർത്തിക്കാട്ടിയാണ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ പ്രതിഷേധ സമരമൊക്കെ നടത്തിയത്. NSSനോട് സുപ്രീം കോടതി വിധിക്ക് എന്താണോ സർക്കാർ എടുത്ത നിലപാട്, അതേ സമാനമായ ഒരു അനുകൂല നിലപാട് മറ്റു മാനേജ്മെന്റുകളോടും കാണിക്കണമെന്നാണ് MES അടക്കം, അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെന്റ് സഭയാണോ ഇതിനകത്ത് ഏറ്റവും വലിയ രീതിയിൽ പ്രതിഷേധം സർക്കാരിനെതിരെ വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സഭാ നേതൃത്വം ഇടഞ്ഞു നിൽക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. സർക്കാരിന് അത് തിരിച്ചടിയാകുമെന്ന് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ഏറെക്കുറെ അവസാന സമ്മേളനമാണിത്. ഇത് ഒരു ഘട്ടത്തിൽ ഇത് ആദ്യഘട്ടത്തിലെ അവസാന ദിവസവും കൂടിയാണ്. ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ പ്രധാനമായും ഇതിൽ പ്രമേയം അവതരിപ്പിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പ്രസ്താവന നടത്തുന്നു. അതായത് സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ വികാരം, സർക്കാരിന്റെ നിലപാട് അറിയിക്കും. NSS മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി എയ്ഡഡ് സ്കൂൾ നിയമനത്തിൽ എന്താണോ തീരുമാനമെടുത്തത് അതേ അനുഭാവം തന്നെ, അല്ലെങ്കിൽ അതേ നിലപാട് മറ്റു സമുദായം, പ്രത്യേകിച്ച് മറ്റു മാനേജ്മെന്റുകൾക്കും ഉണ്ടാകണമെന്ന് അതിനുവേണ്ടി സർക്കാർ ഇടപെടുന്നു. സർക്കാർ അനുഭാവപൂർവ്വ നിലപാടായി സ്വീകരിക്കുക എന്ന് ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ നിന്ന് പ്രസ്താവനയും നടത്തും. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാക്കും. രാവിലെ 8 മണിക്ക് സഭാ കവാടത്തിൽ പ്രതിഷേധ മാർച്ചുണ്ട്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്ന ഹൈക്കോടതി വിധി ഉയർത്തിയാവും ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടുക. ഇനിയിപ്പോൾ പാർലമെന്റിലേക്ക് വന്നാൽ പാർലമെന്റിൽ ബഡ്ജറ്റ് സമ്മേളനം തുടരുകയാണ്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ മേൽ ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കും. വൈകിട്ട് 5 മണിക്കാണ് നരേന്ദ്രമോദി രാജ്യസഭയിൽ സംസാരിക്കുക. ഇന്നും കടുത്ത പ്രതിഷേധം ഉയർത്താൻ തന്നെയാകും പ്രതിപക്ഷ നീക്കം. ഇന്നലെ ലോക്സഭയിൽ മോദി സംസാരിക്കാനിരുന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം കാരണം പ്രസംഗം നടന്നില്ല. നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രധാനമന്ത്രിയെയും പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതേസമയം സസ്പെൻഷനിലായ MP-മാർ ഇന്നും ധർണ തുടരും. പാർലമെന്റ് കവാടത്തിൽ 8 MP-മാരാണ് ധർണ നടത്തുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ഇന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, വിവിധ മന്ത്രിമാർ, MLA-മാർ എന്നിവരുടെ വസതികൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ നികുതിയില്ലാതെ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കപ്പെടുമെന്ന US അധികൃതരുടെ പ്രസ്താവനകളാണ് കർഷകരെ പ്രകോപിപ്പിച്ചത്. ഇത് ഇന്ത്യൻ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വിദേശ ഉൽപ്പന്നങ്ങൾ എത്തുന്നതിനും പ്രാദേശിക കർഷകരുടെ വരുമാനം ഇടിയുന്നതിനും കാരണമാകുമെന്ന് കർഷകർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ കാർഷിക ക്ഷീരമേഖലകളെ കരാറിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ഇറാൻ US സംഘർഷത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു. വെള്ളിയാഴ്ച ഒമാനിൽ മസ്കറ്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക. ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിലെ മസ്കറ്റിൽ നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സ്ഥിരീകരിച്ചു. നേരത്തെ ചർച്ചകൾ പാളിപ്പോയെന്ന വാർത്തകൾ വന്നിരുന്നെങ്കിലും അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒമാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് അമേരിക്ക തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയത്.
ഇറാനുമായി മറ്റു വിഷയങ്ങൾ, അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രാദേശിക തീവ്രവാദം കൂടി ചർച്ച ചെയ്യണമെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യ നിലപാട്. എന്നാൽ ഇപ്പോൾ ആണവ വിഷയത്തിൽ മാത്രം ചർച്ച നടത്താമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക താൽക്കാലികമായി അംഗീകരിച്ചു. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ സായുധ ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആണവ പദ്ധതി ഒഴികെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ മുടങ്ങിയത്. ഒടുവിൽ വിദേശകാര്യമന്ത്രിമാരുടെ ഇടപെടലിലൂടെയാണ് ചർച്ചകൾ പുനഃസ്ഥാപിച്ചത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയാണ് മസ്കറ്റിൽ ചർച്ചകൾ ആരംഭിക്കുക. ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തതിന് ഒമാൻ സർക്കാരിന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ കടുക്കുന്നതിനിടെ അമേരിക്കൻ നാവികസേന മേഖലയിൽ കൂടുതൽ കപ്പലുകളെ വിന്യസിക്കുകയും ഒരു ഇറാനിയൻ ഡ്രോണിനെ വെടിവെച്ചിടുകയും ചെയ്തതോടെ സാഹചര്യം സംഘർഷഭരിതമായിരുന്നു. ഈ പ്രതിസന്ധിക്കിടയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെങ്കിലും മറ്റുപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഈ ചർച്ചകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, അമൃത TV. അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് ശശി തരൂരിന്റെ മകൻ ഇഷാൻ തരൂരിനെയും പിരിച്ചുവിട്ടിരിക്കുന്നു. വാഷിംഗ്ടൺ പോസ്റ്റിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ഇഷാൻ തന്നെയാണ് ഈ വിവരം എക്സിലൂടെ പങ്കുവച്ചത്. തങ്ങളുടെ ന്യൂസ് റൂമിനെ ഓർത്ത്, പ്രത്യേകിച്ച് പോസ്റ്റിന്റെ അന്താരാഷ്ട്ര വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തോളമായി സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന എഡിറ്റർമാർക്കും റിപ്പോർട്ടർമാർക്കുമൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത് ബഹുമതിയായി കരുതുന്നു. ലോകത്തെക്കുറിച്ചും അതിൽ അമേരിക്കയുടെ സ്ഥാനത്തെക്കുറിച്ചും വായനക്കാർക്ക് കൂടുതൽ വ്യക്തത നൽകുന്നതിനായി 2017 ജനുവരിയിലാണ് വേൾഡ് വ്യൂ എന്ന കോളം ഇഷാൻ ആരംഭിച്ചത്. വർഷങ്ങളായി ആഴ്ചയിൽ പലതവണ ഈ കോളം വായിച്ചിരുന്ന 5 ലക്ഷത്തോളം വരുന്ന വിശ്വസ്തരായ വരിക്കാരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ ബ്യൂറോ ചീഫ് പ്രാൻഷു വർമ്മയെയും പിരിച്ചുവിട്ടെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. പണവും ഓർഡറും ഇല്ലാതായതോടെ ദുരിതത്തിലാണ് പരമ്പരാഗത കയർ മേഖല. ഭൂരിപക്ഷം ചെറുകിട ഉൽപ്പാദകരും പ്രവർത്തനം നിർത്തിയതോടെ തൊഴിലാളികളും ദുരിതത്തിലായി. ഏറ്റെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് കയർ കോർപ്പറേഷൻ വില നൽകാത്തത് ചെറുകിടക്കാരെ ബാധ്യതക്കാരാക്കി മാറ്റി. ഇതോടെ സമരമല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് കയർ മേഖലയിലെ ചെറുകിട ഉൽപ്പാദകർ. ഒറ്റത്തറയുള്ള സാധാരണക്കാരന് പോലും 1 ലക്ഷത്തിന് മേലെയും കൂടുതൽ തറയുള്ളവർക്ക് 20 മുതൽ 30 ലക്ഷം വരെയും പണം ലഭിക്കാനുണ്ട്. കയർ ഉൽപ്പാദക സംഘങ്ങൾക്ക് 25 ലക്ഷം മുതൽ 8 കോടി വരെയാണ് കുടിശ്ശിക. വിവിധ ഇനങ്ങളിലായി കോർപ്പറേഷൻ നൽകാനുള്ളത് 60 കോടിക്ക് മേലെയാണെന്നാണ് വിമർശനം. നിലവിൽ ഓർഡറുള്ള വലപ്പായ, ഇന്ത്യൻ, കടപ്പുറം, വൈക്കം തടുക്കുകൾ എന്നീ പരമ്പരാഗത ഉൽപ്പന്നങ്ങളാണ് കയർ കോർപ്പറേഷൻ ഏറ്റെടുത്തത്. ഉൽപ്പന്നങ്ങൾ കയറ്റുമതിക്കാർക്ക് കൈമാറി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് വകമാറ്റി ചെലവഴിക്കുന്നതായാണ് ചെറുകിട ഉൽപ്പാദകരുടെ വിമർശനം. ഇതിനെല്ലാം പുറമെ കയർ മേഖല നാളിതുവരെ കാണാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആരോപണം. അടിസ്ഥാന വർഗത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 2ാം ഘട്ടമാണ്. ഇനിയുള്ളൊരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിശ്ചലമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ മുന്നോട്ട് പോകും. കാര്യം നിർവാഹമില്ല. ഇപ്പം തന്നെ ഞങ്ങൾ ഗത്യന്തരമില്ലാതാണ് ഈ സമരത്തിലേക്ക് നീങ്ങുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ കയർ കോർപ്പറേഷന് മുന്നിൽ ഉപവാസ സമരത്തിലാണ് ചെറുകിട ഉൽപ്പാദക സംഘം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും. സംഘങ്ങൾക്ക് നൽകുവാനുള്ള ബിൽ കുടിശ്ശിക എത്രയും വേഗം തന്നു തീർക്കുക, പരമ്പരാഗത കയർ ഉൽപ്പന്ന വിതരണത്തിലെ രാഷ്ട്രീയ പക്ഷഭേദം അവസാനിപ്പിക്കുക, MDA കുടിശ്ശിക തീർത്തു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാനൊരുങ്ങുകയാണ് കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമൃത ന്യൂസ്, ആലപ്പുഴ. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പത്തനംതിട്ട കൊടുമൺ EMS സ്റ്റേഡിയത്തിലെ ഹരിതാഭമായുകയാണ്. ലക്ഷങ്ങൾ ചെലവിട്ട് വെച്ചുപിടിപ്പിച്ച പച്ചപ്പുല്ലുകളും സിന്തറ്റിക് ട്രാക്കും പരിപാലനമില്ലാതെ നശിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ജില്ലയ്ക്ക് ലഭിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നശിക്കുന്നത് കായിക പ്രേമികളുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിക്കുന്നത്. കായിക പ്രേമികൾക്ക് വലിയ പ്രതീക്ഷയേകി പണികഴിപ്പിച്ച കൊടുമൺ സ്റ്റേഡിയം ഇന്ന് അവഗണനയുടെ നിഴലിലാണ്. മനോഹരമായി പച്ചപ്പുല്ലുകൾ നട്ടുപിടിപ്പിച്ച ഫുട്ബോൾ ടർഫ് കരിഞ്ഞുണങ്ങി. കൃത്യമായ ഇടവേളകളിൽ വെള്ളം നനയ്ക്കാത്തതും പരിപാലിക്കാത്തതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പൂർണ്ണമായും നശിച്ചു എന്നൊന്നും അഭിപ്രായമൊന്നുമില്ല. ചില ഭാഗങ്ങളിൽ സിന്തറ്റിക് ട്രാക്കിൻ്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടുന്നതാണ്.
അതേപോലെ ലൈറ്റ് കൃത്യമായി പ്രകാശിപ്പിക്കേണ്ടതാണ്. പുല്ലുകൾ നനയ്ക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ആ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ ഫണ്ട് അവിടെ നിന്നും വരുമാനമായി കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യിപ്പിക്കുക. ആ കരാർ കമ്പനിയുടെ കാലയളവ് കഴിഞ്ഞില്ലെങ്കിൽ അവർ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട് അധികനാൾ ആയിട്ടില്ല എന്നും സ്റ്റേഡിയത്തിന്റെ പരിപാലനത്തിൽ പഴയ ഭരണസമിതിയുടെ അവസാന കാലത്ത് ബോധപൂർവമായ അനാസ്ഥ കാട്ടിയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വളരെയേറെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നടപ്പാക്കിയ ഒരു സ്റ്റേഡിയമാണ്. നമുക്കറിയാം, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുട്ടികളുടെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ അത് ഇപ്പം അതിൻ്റെ എല്ലാ അവസ്ഥകളും പോയി കിടക്കുക, ട്രാക്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. സ്റ്റേഡിയത്തിനകത്ത് ജീവനക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടേതായ ഡ്യൂട്ടികൾ അവർ ചെയ്യണം. ഇത് നയിക്കാനുള്ള സാഹചര്യം ഒക്കത്തില്ല എങ്കിൽ അത് പഞ്ചായത്ത്, ഞങ്ങളിപ്പോൾ കയറിയപ്പോഴല്ലേ, അതിനുമുമ്പ് ഭരണസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്യാമായിരുന്നല്ലോ. അത് കാലാകാലങ്ങൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നേന്ന് തുടങ്ങിയാണിത്. വേനൽ കടുക്കുന്നതോടെ ഫുട്ബോൾ ടർഫ് പൂർണ്ണമായും നശിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ നാടിൻ്റെ വികസന സ്വപ്നമായ സ്റ്റേഡിയം നശിക്കാൻ അനുവദിക്കരുത് എന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. 1000 മെസ്സിമാരെ സൃഷ്ടിക്കാനുള്ള ഇത്തരം സ്റ്റേഡിയങ്ങൾ നശിപ്പിക്കാതിരുന്നാൽ മതിയെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. കൊടുമൺ EMS സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. അരിക്കൊമ്പന്റെ പേരിൽ ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ ഹൈഡൽ ടൂറിസം വകുപ്പ് നടത്തിവന്ന ബോട്ട് സവാരി നിരോധിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബോട്ടുകൾ വെറുതെ കിടന്ന് നശിക്കുകയാണ്. ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് 2023 ജൂലൈ 14 ഹൈക്കോടതി ആനയിറങ്കലിലെ ബോട്ടിംഗ് നിരോധിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിർത്തിവെക്കണമെന്നായിരുന്നു വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിയുടെ ശുപാർശ. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കാടുകടത്തിയെങ്കിലും ബോട്ടിംഗ് നിരോധനം നീക്കാൻ നടപടിയുണ്ടായില്ല. ഹൈക്കോടതി ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിയൂ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം കേസുകളും ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരിഗണിക്കുന്നത് വൈകുകയാണ്. ബോട്ടിംഗ് നിലച്ചതോടെ സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നു. போட்டிங் இருந்தா இன்னும் பெட்டரா இருந்திருக்கும். ஏன்னா ஃபேமிலியோட வந்திருக்கும் போது போட்டிங் இருந்தா இன்னும் நல்லா என்ஜாய் பண்ண முடியும். நல்லா பார்த்துருக்கலாம், சுற்றி பார்த்துருந்துருக்கலாம். வியூ ரொம்ப நல்லா இருக்கு. ஏதாவது வாய்ப்பு இருந்தால் கொஞ்சம் பண்ணி கொடுங்க. കേരള ഗവൺമെന്റ് കേസ് നടത്തിപ്പിൽ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ബോട്ടിംഗ് നിരോധനം നീക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമാനമായിട്ടുള്ളതാണ് പെരിയാർ തേക്കടിയിലുള്ള പെരിയാർ. ഇവിടെ കാട്ടാന മാത്രമാണ് എങ്കിൽ അവിടെ എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ്. അവിടെ ആ ബോട്ടിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല. ഡീസൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് കൂടാതെ ബോട്ടിന്റെ ശബ്ദം വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ബോട്ടിംഗ് നിരോധിച്ചതും. എന്നാൽ ആനയിറങ്കലിൽ ബോട്ട് സർവീസ് നടത്താനുള്ള സാധ്യത പരിശോധിക്കാമെന്ന് ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. എന്നാൽ പതിറ്റാണ്ടുകളായി തങ്ങൾ മത്സരിക്കുന്ന സീറ്റ് വിട്ടു നൽകാനാവില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന ഇടുക്കി മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ഇക്കാര്യം ഉന്നയിച്ച് ഇടുക്കി DCC KPCCക്ക് കത്ത് നൽകിയിരുന്നു. 25 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം. ഇടുക്കി മണ്ഡലം രൂപീകരിച്ച ശേഷം 3 തവണ മാത്രമാണ് കോൺഗ്രസിന് സീറ്റ് ലഭിച്ചത്. മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 1996 LDFിലെ PP സുലൈമാൻ റാവുത്തറായിരുന്നു വിജയി. 2001 റോഷി അഗസ്റ്റിനിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. പിന്നീട് നടന്ന 4 തെരഞ്ഞെടുപ്പുകളിലും റോഷി വിജയം ആവർത്തിച്ചു. കേരള കോൺഗ്രസ് മുന്നണി മാറിയിട്ടും റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ UDFന് കഴിഞ്ഞില്ല. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. നിലവിൽ അതിനെപ്പറ്റി ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഒരിടത്തും വന്നതായിട്ട് നമുക്കറിയത്തില്ല. അതാണല്ലോ 10 സീറ്റ്. ആ 10 സീറ്റിൽ പെട്ടത് തന്നെയാണ് ഇടുക്കി നിയോജകമണ്ഡലം.
ആ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നീക്കുപോക്കുകളോ ഏതെങ്കിലും ചർച്ച നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇത്തവണ റോഷി അഗസ്റ്റിൻ തന്നെയാകും LDF സ്ഥാനാർത്ഥി. സീറ്റ് കേരള കോൺഗ്രസിനാണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് മത്സരിക്കും. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇരു പാർട്ടികളും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂർ അതിരപ്പള്ളിയിലെ മലയോര ജനതയ്ക്ക് ആശ്വാസം പകർന്ന് നിർമ്മാണം ആരംഭിച്ച സൗരോർജ്ജ വൈദ്യുതി വേലി നാട്ടുകാർക്കിപ്പോൾ വലിയ വയ്യാവേലിയാണ്. വിരിപ്പാറ മുതൽ കണ്ണൻകുഴിത്തോട് വരെ നിർമ്മിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് നിർമ്മിച്ചു മാസങ്ങൾക്കുള്ളിൽ ആനകൾ തകർത്തത്. മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിക്കാനായി കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സൗരോർജ്ജ വൈദ്യുതി വേലി നിർമ്മാണ പിഴവ് മൂലം ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. വിരിപ്പാറ മുതൽ കണ്ണൻകുഴിത്തോട് വരെ നിർമ്മിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് നിർമ്മിച്ച മാസങ്ങൾക്കുള്ളിൽ ആനകൾ തകർത്തത്. കൃത്യമായി വൈദ്യുതി പ്രവഹിപ്പിക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ആനകൾ വേലി തകർക്കുവാൻ കാരണം. പുഴയുടെ ഇരു കരകളിലുമായി 14 കോടി രൂപ ചെലവിൽ വൈദ്യുതി വേലിയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. പരിയാരം പഞ്ചായത്തിലെ വിരിപ്പാറ മുതൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ കണ്ണൻകുഴി വരെയുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാനാണ് വേലി നിർമ്മിച്ചത്. എന്നാൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴി മുതൽ പിള്ളപ്പാറ വരെ വനാതിർത്തിയോട് ചേർന്ന് പഴയ സൗരോർജ്ജ വേലി ഉണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇത് നാശത്തിന് വക്കിലാണ്. വനത്തിൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം വന്യമൃഗങ്ങൾ വനാതിർത്തിയോട് ചേർന്നുള്ള സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്ത ജനവാസ മേഖലയിൽ രാപ്പകൽ ഇറങ്ങുകയാണ്. അടിയന്തരമായി വൈദ്യുതി വേലികളുടെ തകരാറ് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കേരള കുംഭമേളയിൽ ഗംഗാ ആരതി നിർവഹിച്ച ഗുരുകുല വിദ്യാർത്ഥികൾ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് മുന്നിൽ ഭക്തിപൂർവ്വം ആരതി അർപ്പിച്ചു. ഋഷികേശിലെ സ്വാമിനാരായണ ആശ്രമത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അമ്മയ്ക്ക് മുന്നിൽ ആരതി അർപ്പിച്ച് അനുഗ്രഹം നേടിയത്. അമൃതപുരി ആശ്രമത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു ഗംഗാ ആരതി. ഋഷികേശിലെ സ്വാമിനാരായണ ആശ്രമത്തിൽ വേദം, സാഹിത്യം, വ്യാകരണം, ജ്യോതിഷം തുടങ്ങിയ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ ഈ വിശിഷ്ട ചടങ്ങുകൾ നടത്തിയത്. ചിരാഗ് എന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഗംഗാനദിയെ ദേവിയായി കണ്ടു നടത്തുന്ന ഭക്തിനിർഭരമായ ആരാധനാരീതിയായ ഗംഗാ ആരതിയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. കേരള കുംഭമേളയുടെ ഭാഗമായി നിളാനദീ തീരത്ത് ഇവർ നടത്തിയ ഗംഗാ ആരതി ഭക്തർക്കും കാണികൾക്കും പുതുമയാർന്ന ആത്മീയാനുഭവമായിരുന്നു. चंद्र सी ज्योत तुम्हारी जल निर्मल आता. ഋഷികേശിലെ മാതാ അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി ബ്രഹ്മചാരി പ്രമോദ് ജിയുടെ നേതൃത്വത്തിലാണ് ഗുരുകുല വിദ്യാർത്ഥികൾ അമ്മയ്ക്ക് മുന്നിൽ ആരതി അർപ്പിച്ചത്. ഇത് സ്വാമിനാരായണ ആശ്രമത്തിൽ താമസിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഒരു ഋഷികേശിലെ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്നിട്ട് അവരുടെ നിത്യവൃത്തികളുടെ മറ്റ് പഠനത്തിൻ്റെ കൂടെ തന്നെ ആരതിയും ഒരു സ്ഥിരം ചെയ്യാറുണ്ട്. സൗഭാഗ്യമായിട്ട് അവർ കണക്കാക്കുന്നു. അവരിവിടെ വന്ന് അമ്മയുടെ മുന്നിൽ ആരതി കാണിക്കണമെന്നുള്ള അവരുടെ താല്പര്യം കൂടിയാണത്. മന്ത്രോച്ചാരണങ്ങളും ശ്ലോകപാരായണവും ജപവും നിറഞ്ഞ ചടങ്ങിൽ ഖണ്ഡനാദവും ശംഖനാദവും മുഴങ്ങി. ധൂപവും ദീപവും അർപ്പിച്ചുകൊണ്ടായിരുന്നു ആരാധന. ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും സന്യാസിനിമാരും അമ്മയുടെ മക്കളും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഭക്തിയുടെയും ആത്മീയതയുടെയും സാന്നിധ്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന ഗംഗാ ആരതി ആത്മീയ ഉണർവും പാരമ്പര്യ മഹിമയും ഒരുമിച്ചു ചേർന്ന വിശിഷ്ട അനുഭവമായി മാറി. सब जग को ज्ञाता मैया सब जग को ज्ञाता. कृपा दृष्टि तुम्हारे, दया दृष्टि तुम्हारे, त्रिभुवन सुखदाता. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ശംഖുമുഖം ബീച്ച്.
ചെറിയ കാലയളവിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കും ശംഖുമുഖം വിധേയമായിട്ടുണ്ട്. പക്ഷേ നിരവധി വിനോദസഞ്ചാരികൾ ദിവസവും എത്തുന്ന ശംഖുമുഖം ബീച്ചിൽ നിറഞ്ഞിരിക്കുന്ന മാലിന്യം ബീച്ചിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമായാണ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശംഖുമുഖം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തമായ കടൽ തീരം, വിനോദസഞ്ചാരികളുടെയും സായാഹ്ന സവാരിക്കാരുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണിവിടം. ശംഖുമുഖത്തെത്തുന്നവർക്ക് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മത്സ്യകന്യകയും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുമൊക്കെ ആസ്വദിക്കാം. വർഷങ്ങൾ കൊണ്ട് പല മാറ്റങ്ങളും ശംഖുമുഖം തീരത്തിനുണ്ടായി. വികസനമൊന്നും അത്രേ ഉള്ളൂ. പണ്ട് ഇതിലെ റോഡായിരുന്നു, ബസ്സൊക്കെ ഇതിലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾക്കൊക്കെ കച്ചവടമുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇവിടെ 4 കടയുണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ. ഫാൻസി ഐറ്റം 8 വയസ്സ് കടയിട്ട് 4 കടയുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാവരും കട വച്ചിരിക്കുകയാണ്. പണ്ടത്തെ ഓർമ്മകളോ നല്ല ഓർമ്മകളോ മക്കളെ. നമ്മൾ ബീച്ചിൽ കിടന്നുറങ്ങും. ഞങ്ങളുടെ ഐസ്ക്രീം വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കണം, ബീച്ചിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അത്രയും നമുക്ക് കിടന്നുറങ്ങാം. നമുക്ക് അന്ന് ഇവിടെ തെരുവ് പട്ടികൾ ഇത്രയും ഇല്ല. ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചിൽ പക്ഷേ മാലിന്യം ഒരു പ്രശ്നമാകുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യമാണ് തീരത്ത് കൂടുതലായി അടിഞ്ഞുകിടക്കുന്നത്. ദുർഗന്ധം വമിക്കുന്നതും ദിവസങ്ങൾ പഴക്കമുള്ളതുമായ ഭക്ഷണ മാലിന്യങ്ങളും പലയിടത്തും കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ. And I'll tell you what I find it out. This is one of the worst beach I come across. In Kerala, right from the last 15 days we were in the Kerala. We started from this Trivandrum, again back to the Trivandrum, Varkala, Kovalam, Kanyakumari. We went everywhere, LAP even. But this is the worst one. And that is, to whom should I blame? We are the one. Look at the plastics. Look at the food items. Whatsoever we eat, we just throw it. We ourselves are the worst person. We as a human being are day by day getting the worst. ഈ വേസ്റ്റിൻ്റെ ഇഷ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ വേസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്ന വളരെയേറെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ സർക്കാർ ഇടപെട്ട് ഈ വേസ്റ്റുകളെല്ലാം നീക്കി നല്ല മാലിന്യമുക്ത ഒരു കേരളം തന്നെ ഇവിടെ രൂപീകരിക്കണം. അല്ലെങ്കിൽ ഒരു ബീച്ച് നമ്മൾ ബീച്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനായിട്ടാണല്ലോ. അപ്പോൾ ഈ മാലിന്യങ്ങൾ നടക്കുന്നത് പലർക്കും അരോചകമായിട്ട് തോന്നാറുണ്ട്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ശംഖുമുഖം തീരത്തിൻ്റേത്. ഇതുവരെ ഈ തീരം പല മാറ്റങ്ങൾക്കും വിധേയമായിട്ടുമുണ്ട്. സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ ഇനിയും ഈ തീരത്തെ തേടിയെത്തും. പക്ഷേ അപ്പോഴും ശംഖുമുഖം തീരത്തിൻ്റെ മുഖശ്രീ കെടുത്താൻ ഈ മാലിന്യം തന്നെ ധാരാളമാണ്. അതിനും ഇനി എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമാണ് വേണ്ടത്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. 3 പതിറ്റാണ്ടായി പച്ചക്കറി കൃഷി നടത്തുന്ന കർഷകനാണ് ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശി സുരേന്ദ്രൻ. വിലയിടിവും രോഗബാധയും എല്ലാം തിരിച്ചടിയാകുമ്പോഴും പച്ചക്കറി കൃഷി കൈവിടാൻ ഇദ്ദേഹം തയ്യാറല്ല. കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശി ചാത്തനാൽ സുരേന്ദ്രൻ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് 27 വർഷമായി. മുൻപ് പലയിനം പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം പലപ്പോഴും തിരിച്ചടിയായി. ഇപ്പോൾ പയർ കൃഷി മാത്രമാക്കി. 35 സെന്റ് സ്ഥലത്താണ് കൃഷി. കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും വലിയ കുഴപ്പമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരുന്നടിച്ച് പോകുന്ന പുറകെ മഴ പെയ്തു പോവുക. ഭയങ്കര ഭീമമായ നഷ്ടങ്ങൾ ചില സമയത്ത് വരുന്നുണ്ട് മരുന്നടിയിൽ. അപ്പോൾ നമ്മൾ പണിക്കൂലി കൊടുക്കാൻ ചില സമയത്ത് പൈസ തികയില്ല. അതുപോലെ വില തകർച്ചയാണ്. 1 കിലോ പയർ കടകളിൽ നിന്ന് വാങ്ങാൻ 80 രൂപ കൊടുക്കണം. എന്നാൽ സുരേന്ദ്രനെ പോലെയുള്ള കർഷകർക്ക് കിട്ടുന്നത് 30 രൂപ മാത്രം. എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകന് നാമമാത്രമായ വരുമാനം ലഭിക്കുമ്പോൾ കൊള്ളലാഭം സ്വന്തമാക്കുന്നത് ഇടനിലക്കാരാണ്. നമ്മളിത് എടുത്ത് പെറുക്കി അവിടെ കൊണ്ടുവന്നു. അത് ചിലപ്പം എന്ന് പറഞ്ഞാൽ ലേലം ചിലപ്പം നല്ല വില കിട്ടും, ചിലപ്പം താന്നു പോകും. ഇടനില കച്ചവടക്കാരാണ് ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ കടയിൽ പോയി 1 കിലോ മേടിക്കുകയാണെങ്കിൽ 80 രൂപ കൊടുക്കണം. നമുക്ക് ആ സമയത്ത് അതിൻ്റെ പകുതി വില പോലും കിട്ടുന്നു. ഇപ്പോൾ ഇന്ന് 30 രൂപ ആയിട്ടെങ്കിൽ നാളെ ചിലപ്പോൾ 25 രൂപയായിരിക്കും. പയറിനൊപ്പം വാഴ, കപ്പ എന്നിവയെല്ലാം സുരേന്ദ്രൻ കൃഷി ചെയ്യുന്നു. വിലയിടിവ്, കാലാവസ്ഥാ വ്യതിയാനം, രോഗബാധകൾ, ഒപ്പം വന്യജീവി ആക്രമണവും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. എങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ച് കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് സുരേന്ദ്രൻ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം.
ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടത്തിനും ഏറ്റക്കുറച്ചിൽക്കൊടുവിൽ ഇന്നലെ വിപണിയിൽ ഒരു ക്രമപ്പെടലിൻ്റെ സൂചനയാണ് ലഭിച്ചത്. ആ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെടുകയും വലിയ നഷ്ടമില്ലാതെ വ്യാപാരം അവസാനിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ ഇടിവാണ്. മുൻനിര IT ഓഹരികളിലും രണ്ടാംതര IT ഓഹരികളിലും എല്ലാം ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പനയാണ് വിപണിയെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിന്നും പ്രതിരോധം തീർത്തത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം US-ൽ ഉണ്ടായിട്ടുള്ള IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ഇടിവാണ്. പ്രത്യേകിച്ചും നാസ്ഡാക്ക് ഓഹരികളിൽ IT ഓഹരികളിൽ പലതും വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു നമ്മുടെ വിപണിയിലും ഉണ്ടായത്. വരും കാലങ്ങളിൽ ഏത് തരത്തിൽ IT മേഖല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ രൂപപ്പെടുത്തിയേക്കണം എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയാണ് വിപണിയിൽ ഉണ്ടായിരുന്നത്. അതിനോടുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ US വിപണിയിലും ഒപ്പം തന്നെ നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്നിപ്പോൾ വിപണി നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും IT ഓഹരികളിലുള്ള ഉണ്ടാകുന്ന നീക്കം വളരെ പ്രധാനം തന്നെയാണ്. സാങ്കേതികമായി 25,800 എന്നുള്ള നിലവാരമാണ് ഇപ്പോൾ മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി ഒരു തുടർച്ചയായിട്ടൊരു നേട്ടം വിപണിയിൽ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരം വളരെ പ്രധാനമാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം തുടങ്ങിയതും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകപ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഷവോമിയുടെ ഏറ്റവും പുതിയ റെഡ്മി സ്മാർട്ട് ഫോൺ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ നടന്നു. കോഴിക്കോട് ദേവഗിരി സെൻറ് ജോസഫ് കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ഷെയ്ൻ നിഗം ലോഞ്ച് നിർവഹിച്ചു. റെഡ്മി നോട്ട് 15 Pro പ്ലസ്, റെഡ്മി നോട്ട് 15 Pro എന്നീ ഫോണുകളാണ് ഈ സീരീസിൽ ഉൾപ്പെടുന്നത്. സെയിൽസ് ആൻഡ് സർവീസ് മൈജി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രതീഷ് കുട്ടത്ത്, മൈജി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഡിജിറ്റൽ പ്രോഡക്ട്സ് സിജോ ജെയിംസ്, റീജിയണൽ ബിസിനസ് മാനേജർ മുഹമ്മദ് അൽഫാസ്, മൈജി ലോജിസ്റ്റിക് മാനേജർ ഫായിസ്, ഷവോമി ഇന്ത്യ അസോസിയേറ്റ് ഡയറക്ടർ സയ്യിദ് അൻവർ, ഷവോമി ഇന്ത്യ കീ അക്കൗണ്ട്സ് മാനേജർ ബിൻരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷവോമിയുടെ റെഡ്മി നോട്ട് 15 Pro 5G സീരീസിൻ്റെ ലോഞ്ചിനും നിങ്ങളുടെ ഫൈൻ ആർട്സ് ഡേ വൈബിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മൈജി ആണെങ്കിലും ഷവോമി ആണെങ്കിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് നമുക്ക് എന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ട്രാവലിനും ഔട്ട്ഡോർ പർപ്പസിനും കൂടെ പറ്റിയ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ ഒരു വർഷം മുമ്പ് തിരുവനന്തപുരം ജഗതി മൈതാനത്ത് നഗരവാസികൾക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച ഡ്രെയിനേജ് ടാങ്കുകൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് മേയർ VV രാജേഷ് അറിയിച്ചു. എത്രയും വേഗം അർഹരായവരെ കണ്ടെത്തി ടാങ്കുകൾ കൈമാറുമെന്ന് മേയർ അമൃത ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് നഗരനിവാസികൾക്ക് കൈമാറാനായി ടാങ്കുകൾ മൈതാനത്ത് ഇറക്കിയത്. ഒരു വശത്ത് മാലിന്യ കൂമ്പാരം, മറുവശത്ത് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകാനുള്ള ഡ്രെയിനേജ് ടാങ്കുകൾ. ഇത് തിരുവനന്തപുരം ജഗതി മൈതാനത്തിലെ സ്ഥിരം കാഴ്ചയായിട്ട് ഒരു വർഷത്തിലേറെയായി. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് വയ്ക്കാൻ എന്നൊരു പദ്ധതി തയ്യാറാക്കി ആര്യ രാജേന്ദ്ര ഇരുന്ന അവസാന വർഷം കൊണ്ടു തള്ളിയ സാധനങ്ങളാണിത്. ഇതുവരെയും ഇത് ആർക്കും കൊടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം പോലെ മൈതാനത്തിന്റെ ഒരറ്റത്ത് പകുതി മണ്ണിലാണ്ട് കിടക്കുന്നത് 100ഓളം ഡ്രെയിനേജ് ടാങ്കുകളാണ്. കഴിഞ്ഞ കോർപ്പറേഷന്റെ ഭരണകാലത്താണ് ടാങ്കുകൾ ഇവിടെ കൊണ്ടിട്ടത്. ഡ്രെയിനേജ് പ്രശ്നമുള്ള നഗരപരിധിയിലെ വീടുകളിൽ വിതരണം ചെയ്യാനായിരുന്നു ടാങ്കുകൾ. ഒരുപാട് പേർ അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ് വിതരണം ചെയ്തത്. എത്ര പേർക്ക് വിതരണം ചെയ്തു എന്നതിലും വ്യക്തതയില്ല. മുൻ ഭരണസമിതി ഇത്തരത്തിലുള്ള പല വീഴ്ചകളും നടത്തിയിട്ടുണ്ടെന്ന് മേയർ ആരോപിച്ചു. അർഹരായവരെ കണ്ടെത്തി എത്രയും വേഗം ഡ്രെയിനേജ് ടാങ്കുകൾ വിതരണം ചെയ്യാനാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനം. എത്രയും പെട്ടെന്ന് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് മേയർ അമൃത വാർത്തകളോട് പറഞ്ഞു. അത് മുൻ ഭരണസമിതി ഇത്തരത്തിൽ പല ഉപകരണങ്ങളും വാങ്ങി പല സ്ഥലത്തും കൃത്യമായിട്ട് സമയത്ത് വിതരണം ചെയ്ത് ഡംപ് ചെയ്തിട്ടുണ്ട്. കുറേ വാഹനങ്ങൾ കൃത്യസമയത്ത് ലേലം ചെയ്ത് കൊടുക്കാതെ അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ ഒരു 150 വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ച് ഇട്ട് കൊടുക്കേണ്ട ടാങ്കാണ്. അതവിടെ ജഗതി ഗ്രൗണ്ടിൽ കിടക്കുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ഫയലെടുത്ത് ആൾക്കാരെ പരിശോധിച്ച് അവർക്ക് പരമാവധി കൈമാറുവാനുള്ള പരിശ്രമമാണ്.
ലക്ഷങ്ങൾ മുടക്കിയുള്ള പദ്ധതികളാണ് ഓരോ ഭരണകാലത്തും അധികാരികൾ വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഇത്രയും വലിയ മുതൽ മുടക്കുള്ള പദ്ധതികളിൽ പലതും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടലാമ സംരക്ഷണത്തിനായി പദ്ധതി അനുവദിച്ചത് ഭാവിയിൽ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കടലാമ സംരക്ഷണ സംഘടനയായ നെയ്തൽ. കടലാമ സംരക്ഷണത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി കാസർഗോഡ് തൈക്കടപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംഘടനയാണ് നെയ്തൽ. ചെമ്മീൻ കയറ്റുമതിയിൽ നേരിടുന്ന ഉപരോധങ്ങൾ പരിഹരിക്കുന്നതിനും വിദേശ ടൂറിസ്റ്റുകളെ കൂടുതലായി കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനും കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ സഹായകരമാകും. ഇത് പരിഹസിച്ച് കാണേണ്ടതല്ലെന്ന് നെയ്തൽ പ്രവർത്തകർ പറയുന്നു. നെയ്തലിന്റെ സജീവ പ്രവർത്തകനും അധ്യാപകനുമായ പ്രവീൺ മാസ്റ്ററുമായി അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേന്ദ്ര ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചതുപോലെ വലുതായൊന്നും ലഭിച്ചില്ല. പക്ഷേ കടലാമ സംരക്ഷണ പദ്ധതി സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാധാന്യം അറിയാതെ കണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വരികയാണ്. അതേസമയം കഴിഞ്ഞ 25 വർഷക്കാലമായി കടലാമ സംരക്ഷണത്തിൽ ഏർപ്പെട്ടു വരുന്ന നെയ്തൽ എന്ന സംഘടന നടത്തിവരുന്നത് അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളാണ്. 33,000-ൽ പരം കടലാമകളെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കടലിലേക്ക് ഇറക്കിവിട്ട നെയ്തൽ സംഘടനയുടെ പ്രധാന ഭാരവാഹി കൂടിയായ നെയ്തലിന്റെ പ്രസിഡന്റ് പ്രവീൺ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. സർ, എങ്ങനെയാണ് ഇപ്പോൾ ഈ കടലാമ സംരക്ഷണ പദ്ധതി കേന്ദ്രം ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്? അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും താങ്കളെ പോലെ ഉള്ള ആളുകൾക്ക് ഇത് വിലപ്പെട്ട ഒരു കാര്യമായിരിക്കും. എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിനെ കടലാമ സംരക്ഷണം മിക്ക എല്ലാ ലോകരാഷ്ട്രങ്ങളും വളരെ ഗൗരവത്തിൽ തന്നെ വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടോ കടലാമകൾ ഒരു ആവശ്യത്തിലധികം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ അറിയില്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല. ഇപ്പോൾ ഈ ഒരു പ്രാധാന്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താത്ത രാജ്യങ്ങളിൽ നിന്നും ചെമ്മീൻ അടക്കമുള്ള മത്സ്യവിഭവങ്ങൾ ഇറക്കുമതി ചെയ്യില്ല എന്നുള്ള തീരുമാനം അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങളെടുത്തു. അതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് ഏകദേശം ഒരു വർഷത്തിൽ 2,000-3,000 കോടിയുടെ അടുത്ത് നഷ്ടമുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു തോന്നലുണ്ടാക്കില്ല. ഏതെങ്കിലും ഒരു NGOയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വരുമാന നഷ്ടം നികത്താൻ ഇതാണൊരു പരിഹാരം എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം ഒരു പ്രവർത്തനത്തിലെല്ലാം ഈ നമ്മുടെ തീരദേശ സംസ്ഥാനങ്ങളൊക്കെ സജീവമായി വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യവിഭവങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ മുൻ രൂപത്തിലെങ്കിലും കയറ്റുമതി ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് താങ്കളിലുള്ള ഒരു പ്രതീക്ഷകൾ ഇതിൻ്റെ ഒരു അനുഭവ വെളിച്ചത്തിൽ? കടലാമ വരുന്ന സീസണിൽ അവയുടെ വഴിയടയാളം നോക്കി മുട്ടകൾ ശേഖരിച്ച് ഒന്നുകിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ അതേ സ്ഥലത്ത് ചെറിയ കുഞ്ഞു വേലികൾ കെട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ കെട്ടി സംരക്ഷിക്കുക. അല്ലെങ്കിൽ അവർ കുറച്ച് അപകട സാധ്യതയുള്ള കുറുനരിയോ നായ്ക്കളോ മനുഷ്യരൊക്കെ എടുത്തുകൊണ്ടുപോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകത്തിലൊരു ഹാച്ചറി രൂപീകരിച്ചു. ഹാച്ചറി സാങ്കേതിക അർത്ഥത്തിൽ ചെറിയൊരു വേലിക്കെട്ടാണ്. അതിനകത്ത് കുഴിച്ചിട്ട് വിരിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് ഒരു പ്രവർത്തനം. പക്ഷേ നമ്മളിങ്ങനെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ ഈ ഒരു യഥാർത്ഥത്തിൽ ഈ കടലാമ സംരക്ഷണ കേന്ദ്രം തുടങ്ങുന്ന പറയുന്നൊരു വലിയൊരു കൺസെപ്റ്റാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ ഒരു സമഗ്രതയിൽ വേണം കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. കാരണം കേവലം മുട്ടയെടുത്ത് കുഴിച്ചിട്ട് വിരിച്ചു വിടുക എന്നതിനപ്പുറത്ത് ഈ കടലാമകൾ ഇപ്പം അവരുടെ മാതൃതീരാണ്. പ്രത്യേകിച്ച് ഒലിവർ റിഡ്ലി കടലാമകൾ അവരുടെ വിരിഞ്ഞിറങ്ങിയ തീരങ്ങളിലാണ് 10-15 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പെൺകടലാമകൾ തിരിച്ചു വന്ന് മുട്ടയിടുന്നത്. ഈ മാതൃതീരം അന്വേഷിച്ചു വരുന്നത് 30ഓളം ആമകൾ ആ ഒരു സീസൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായി. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അഴി മുതൽ തൊട്ടടുത്തുള്ള പൊഴി വരെയുള്ള ആ ഒരു ദൂരപരിധിയിൽ. പക്ഷെ ഇപ്പം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇപ്രാവശ്യം നമുക്ക് ഇപ്പോൾ ഇതുവരെ 1 കിട്ടിയുള്ളൂ. കഴിഞ്ഞ വർഷം ആകെ 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞു വരികയാണ്, ഒരു ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിന് കടലിൽ ഇതിൻ്റെ അഡൽട്ട് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, മുതിർന്ന ആമകളുടെ മരണം എന്ന് പറയുന്നത് നമ്മളെ കടലിൽ ഉപേക്ഷിക്കുന്ന പാഴ്വലകളിൽ കുടുങ്ങിയിട്ടും അതുപോലെ തന്നെ തെറ്റായ മത്സ്യബന്ധന രീതി, കണവ മത്സ്യത്തിൽ പിടിക്കുന്ന ഒരു തെറ്റായ ഒരു രീതിയുണ്ട്. അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് തെറ്റ്. ഇപ്പോൾ കടലാമ സംരക്ഷണത്തിന് കേന്ദ്രം ബജറ്റിലൂടെ ഈ ഒരു പദ്ധതി ഏർപ്പെടുത്തുമ്പോൾ കേരളത്തിന്, സംസ്ഥാനത്തിൻ്റെ തീരദേശ മേഖലയ്ക്കും മറ്റും ഇത് സാമ്പത്തികമായിട്ട് വരുന്ന കാലങ്ങളിൽ എങ്ങനെ ഗുണം ചെയ്യും? ഇതിൽ അതിനകത്ത് സൂചിപ്പിച്ചല്ലോ, ഈ ചെമ്മീൻ ഇപ്പോൾ നിലവിൽ ഈ ചെമ്മീനിലുള്ള ഉപരോധം കൊണ്ട് തന്നെ നമ്മുടെ ഒരു കേട്ടറിവിൽ കൊച്ചിയിലൊരു 7ഓളം കമ്പനികൾ പൂട്ടിക്കഴിഞ്ഞു കുറച്ച് 2-3 വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചെമ്മീൻ സ്വാഭാവികമായിട്ടും കയറ്റുമതി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വിപണന മൂല്യം കൂടും.
ഒന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു വരുമാനം, മുമ്പത്തെ ഒരു വരുമാനം തിരിച്ചു കിട്ടും. മറ്റൊന്ന്, ഇത് കടലാമയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളിൽ ഒന്ന് ജെല്ലി ഫിഷാണ്. ജെല്ലി ഫിഷ് പറയുന്നത് കടലിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ശല്യം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. കടലിൽ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ അത് ഭാഗമാകും. പക്ഷേ ഈ കടലാമകളുടെ എണ്ണം കുറയുന്നതോടുകൂടി ജെല്ലി ഫിഷിന് പ്രത്യേകിച്ച് പ്രിഡേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജെല്ലി ഫിഷിൻ്റെ വംശസംഖ്യ കൂടും. ഈ വംശസംഖ്യ കൂടുമ്പോൾ ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് മിക്ക ജെല്ലി ഫിഷും വളരെ വിഷാംശമുള്ളതാണ്. അവരുടെ കൈകളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുക, കടൽപ്പുല്ലുകളെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ചില സ്പോഞ്ചുകളുടെ വംശസംഖ്യയെ നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള ഈ സ്പോഞ്ചുകളുടെ വംശസംഖ്യയെ നിയന്ത്രിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കോറൽ റീഫ് ഉണ്ടല്ലോ, നമ്മുടെ പവിഴപ്പുറ്റുകൾ, ഈ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് സ്പോഞ്ചുകളുടെ എണ്ണം, അതിൻ്റെ വംശസംഖ്യ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ രീതിയിലൊക്കെ ഇത് സംസ്ഥാനത്തിന് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, മത്സ്യത്തൊഴിലാളികൾക്ക് ചെമ്മീനിന് വില കൂടുന്ന സമയത്ത് വിപണി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് സർക്കാരിന് വലിയൊരു ഗുണമുണ്ടാകും. അത് കേന്ദ്ര സർക്കാരിനും അങ്ങനെ. അതിൻ്റെ സാമ്പത്തിക വശം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. അതിന് കേരളത്തിന് ഗുണം കിട്ടാത്തതോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആ തെറ്റിദ്ധാരണയാണ്. കാരണം ഇവരിങ്ങനെ ഒരു ആമമുട്ട എന്നൊക്കെ പറയുന്ന ഒരു ട്രോളും അത് ഒരു നിസ്സാരവലി. കാരണം ഇത്രയും കാലം ഈ കടലാമയുടെ സംരക്ഷണത്തിന് ഇത്ര നിസ്സാരവലിച്ചതുകൊണ്ടാണ് ഇത്തരം സാരമായ സാമ്പത്തിക പരിക്ക് നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കേരളത്തിന് അനുഭവപ്പെട്ടു. ഇത് കേരളത്തിനും കർണാടകത്തിനും ഒറീസൊക്കെ എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നു, അവിടെ കേന്ദ്രം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് 3 തീരദേശ സംസ്ഥാനങ്ങളാണ്. മാത്രമല്ല കുറച്ചും കൂടി ഇപ്പോഴും കടലാമകൾ വന്ന് മുട്ടയിട്ട് തിരിച്ചു പോകുന്ന കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് വളരെ പ്രായോഗികമായിട്ട് ഇവിടെ വളരെ വിജയകരമായിട്ട് ജനകീയ പിന്തുണയോടുകൂടി, ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ജനകീയ പിന്തുണയോട് കൂടിയിട്ട് വലിയ ആഡംബരങ്ങളില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നൊരു പദ്ധതിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നെയ്തലിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്? 25 വർഷക്കാലമായല്ലോ. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നീക്കങ്ങൾ? അതും കൂടി നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയാൻ താല്പര്യം. അതെ, നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കടലാമ സംരക്ഷിക്കുന്ന സമയത്ത് ഇത് നമ്മൾ എന്തോ സാമ്പത്തിക ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഒന്നുമില്ല, നമ്മൾക്ക് ഇപ്പോൾ 25 വർഷമായിട്ട് നമ്മൾ ഒരുപാട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി എവിടെ കടലാമ മുട്ടയിട്ട് കഴിഞ്ഞാലും അവർ നമ്മളെത്തിക്കും. അതുപോലെ തന്നെ എവിടെ പരിക്ക് പറ്റിയ ആമകൾ നമ്മൾ എത്തിക്കുന്ന രീതിയിൽ മറ്റു തരത്തിലെ വനംവകുപ്പ് സോഷ്യൽ ഫോറസ്ട്രിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ ഇത്തരം കുറേ യൂണിറ്റുകൾക്ക് ഇങ്ങനെ NGOസിന് കൊടുക്കാനുള്ള വലിയ സാമ്പത്തികമായ വലിയ സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല. ചെറിയ എല്ലായിടത്തും ചിലയിടങ്ങളിൽ ചെറിയ സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ ഇടപെടലിൻ്റെ ഒരു താല്പര്യമുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നിലവിൽ കേരള തീരത്ത് ഏതൊക്കെ ആമകളാണ് വന്നു പോകുന്നതും അവയെ സംരക്ഷിക്കുന്നതും? ഇപ്പോൾ നിലവിൽ കേരള തീരത്ത് മുട്ടയിടാനെത്തുന്ന ഒലിവർ ഇഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമ മാത്രമാണ്. ലെതർ ബാക്ക് കടലാമയ്ക്ക് ഈ തീരത്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഒലിവർ ഇഡ്ലി മാത്രമാണ്. പക്ഷെ പരിക്ക് പറ്റിയിട്ട് നമുക്ക് ഗ്രീൻ ടർട്ടിൽ, അതുപോലെ തന്നെ ഹോക്സ്ബിൽ, ഇപ്പോൾ കയ്യിലുള്ള ഹോക്സ്ബിൽ ടർട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. അവ തീരത്ത് മുട്ടയിടാൻ വേണ്ടി വരുന്നില്ല. പക്ഷെ അവരുടെ ഒരു സഞ്ചാരപാതയാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ തീരക്കടൽ. ഈ സഞ്ചാരപാതയിൽ ട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഔട്ട്ബോർഡ് എഞ്ചിൻ്റെ പ്രൊപ്പലർ തട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ പഴവലകൾ കുടുങ്ങിയിട്ടൊക്കെ പരിക്കോട് കൂടിയോ അല്ലെങ്കിൽ അവശതയോട് കൂടിയിട്ട് നമ്മുടെ തീരത്തേക്ക് വന്നാടി നമുക്കിവിടെ അങ്ങനെ കിട്ടിയ ആമകളൊക്കെ ഉണ്ട്. പക്ഷേ മുട്ടയിടാൻ വേണ്ടി കൃത്യമായിട്ടും ഒലിവർ ഇഡ്ലി മാത്രമാണ് വരുന്നത്. ഈ ഒലിവർ ഇഡ്ലിയുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, അതാണ് ഈ ഒറീസയിൽ ഗഹിർമാത ഋഷികുല ബീച്ചിലൊക്കെ നടക്കുന്നത്. അതിൻ്റെ മാതൃതീരം തേടിയെത്തി 10,000-10,000 ആമകളുടെ ഒരു വരവുണ്ട്. ആ വരവ് ഒരു വലിയൊരു പ്രതിഭാസ വരവാണ്. ഇത് ഈ ആമ സംരക്ഷണം അതിൻ്റെ ഒരു കേന്ദ്രമായി കേരളം ബജറ്റിലൂടെ ഭാവിയിൽ മാറുമ്പോൾ അത് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. നമ്മുടെ ഇവിടെ ഓരോ പ്രാവശ്യം ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം രാവിലെ വിരിഞ്ഞ് അന്ന് രാവിലെ തന്നെ വിടും. ആ വിടുന്ന സമയത്ത് എനിക്കൊന്ന് നാട്ടുകാരേക്കാൾ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ റിസോർട്ടുകളൊക്കെ ഒരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ പല വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ ഓരോ പ്രാവശ്യം നമ്മുടെ രാവിലെ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുന്ന ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇതൊരു വലിയ മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. നമ്മൾക്ക് എന്തുകൊണ്ടോ നമ്മൾ ഇപ്പോഴും അതിന് നിസ്സാരമായി കാണുന്നതേ. വലിയൊരു സാമ്പത്തിക നേട്ടം ഭാവിയിൽ ഉണ്ടാക്കി തരുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിലൂടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് നെയ്തലിൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രവീൺ മാഷ് പറയുന്നത്. തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതിക്കടക്കമുള്ള നിരോധനങ്ങൾ ഇല്ലാതാകുന്നതിലേക്ക് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി സാധ്യമാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കടലാമ സംരക്ഷണത്തിൽ അവരുടേതായ കർമ്മ പദ്ധതിയിലൂടെ കേരളത്തിൽ തന്നെ
ശ്രദ്ധയാകർഷിക്കപ്പെട്ട സംഘടനയാണ് നെയ്തൽ. നെയ്തൽ അതിൻ്റെ പ്രവർത്തനാനുഭവങ്ങളാണ് ഇത്രയും സമയം നമ്മോട് വിശദീകരിച്ചത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. T20 ലോകകപ്പിന് മുമ്പുള്ള സന്നാഹ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 30 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസേ നേടാനായുള്ളൂ. T20 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും. ഇന്ത്യയുടെ ആദ്യ മത്സരം ശനിയാഴ്ച US-ഉമായി ആണ്. അണ്ടർ-19 ലോകകപ്പിൽ കിരീട പോരാട്ടം നാളെ. ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയുടെ 10ാം ഫൈനലാണിത്. തുടർച്ചയായ 6ാം തവണയാണ് ഇന്ത്യ ICC അണ്ടർ-19 ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ആവേശകരമായ സെമിയിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ എത്തിയത്. ഓസ്ട്രേലിയ തകർത്താണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് കിരീട പോരാട്ടം. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. തുടർച്ചയായ 4ാം തവണയാണ് ഡൽഹി ഫൈനൽ യോഗ്യത നേടുന്നത്. വഡോദരയിൽ വൈകിട്ട് 7:30 മുതലാണ് മത്സരം. കഴിഞ്ഞ 3 തവണയും ഡൽഹി കിരീട പോരാട്ടത്തിൽ തോറ്റിരുന്നു. സ്മൃതി മന്ദാനയുടെ ബാംഗ്ലൂർ 2ാം കിരീടത്തിനാണ് ഇന്നിറങ്ങുന്നത്.